ഹലോ ഫ്രണ്ട്സ്. ട്രംപിൻ്റെ സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ പ്രഷർ ടാക്ടിക്സ് ചില രാജ്യങ്ങൾക്കെതിരെ വിജയിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭരണമേൽക്കെടുക്കൽ പ്രക്രിയയ്ക്ക് പിന്നാലെ തന്നെ ടാരിഫ് വാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം, യുദ്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന അത് പല രാജ്യങ്ങൾക്കുമെതിരെ അദ്ദേഹം തുടങ്ങുകയുണ്ടായി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടം. അപ്പോൾ ഇന്ത്യയൊക്കെ തന്നെ അതിൻ്റെ ഒരു ടാർഗറ്റഡ് നേഷൻ ആയിരുന്നു അല്ലെങ്കിൽ രാജ്യമായിരുന്നു. ഇപ്പോഴാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു നമുക്ക് കൃത്യമായിട്ട് പറയത്തക്ക രീതിയിലുള്ള ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യാപാര കരാറിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ഒരു ഇടക്കാല ഇൻ്ററിം ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കരാറ് ഇരു രാജ്യങ്ങളും തമ്മിൽ താമസിയാതെ ഒപ്പുവെക്കപ്പെടുകയും അതിനുശേഷം ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഇരു രാജ്യങ്ങളും പിന്നെ ചെന്നെത്തുന്നതിന് വേണ്ട സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ ഇതിനു ശേഷം തുടങ്ങുകയും ഏതെല്ലാം മേഖലകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത് അതിനുശേഷം മാത്രമേ തീരുമാനിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒരു ഇടക്കാല ആശ്വാസം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഒരു ഇൻ്ററിമായിട്ടുള്ള ഇടക്കാല ഒരു പരിപാടി ആയിട്ട് ഒരു വ്യാപാര കരാർ വരുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ. ഇപ്പോൾ ട്രംപ് ഓൾറെഡി പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി. അതിനകത്തുള്ള വിയറ്റ്നാമും ഇന്തോനേഷ്യയും UK അല്ലെങ്കിൽ ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം, ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട് അദ്ദേഹം അമേരിക്ക, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്തോനേഷ്യയാണ്, ഈ പറഞ്ഞ ട്രേഡ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു വ്യാപാര കരാറിൽ അവർ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകളും സംഭാഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഉഭയകക്ഷി വ്യാപാര കരാറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഇരു രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ വളരെ താല്പര്യപൂർവ്വം അവർ സമീപിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും നാളും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ട്രംപിൻ്റെ അഭിപ്രായത്തിൽ അമേരിക്കയിൽ നിന്നും വളരെ അധികം പിന്നെ പ്രിവിലേജസ് ട്രേഡിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നേടിക്കൊണ്ടിരുന്ന രാജ്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തിനൊക്കെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൽ സർപ്ലസ് ഉണ്ടായിട്ടുണ്ട്. അതിനെയും തുടരാൻ അനുവദിക്കത്തില്ല. അമേരിക്കയ്ക്കും ഒരു നീതി പൂർവമായിട്ടുള്ള ഒരു ട്രേഡ് ഉണ്ടാകണം, ഒരു ട്രേഡ് എഗ്രിമെൻ്റ്. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഓരോ രാജ്യങ്ങളുമായിട്ടും ഇൻഡിവിജ്വലായിട്ട്, ബയലാറ്ററലായിട്ട്, ഉഭയകക്ഷിപരമായിട്ട് ഓരോ രാജ്യങ്ങളുമായിട്ടും ചർച്ചകളിൽ ഏർപ്പെട്ട് അങ്ങനെ മൂന്ന് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻ്റ് ഏകദേശം യുണൈറ്റഡ് കിങ്ഡം, വിയറ്റ്നാം, ഇന്തോനേഷ്യയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാതൃകയിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുവാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇന്തോനേഷ്യയുടെ മുകളിൽ ചുമത്തിയിരുന്ന ഏകദേശം 37 റെസിപ്രോക്കൽ ടാരിഫ്, അതായത് തത്തുല്യ നികുതി, എത്രയായിരുന്നു ഇന്തോനേഷ്യക്ക് മുകളിലുള്ളത്? ഒരു സെക്കൻഡ്. ഏകദേശം 32%. ആ 32% ഏകദേശം ഇപ്പോൾ 19%ത്തിലേക്ക് ട്രംപ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഇന്തോനേഷ്യ അമേരിക്കയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങളും എനർജി, എയർക്രാഫ്റ്റ് ബോയിങ്ങിൻ്റെ എയർക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഫാം ഗുഡ്സ്, ഫാം പ്രോഡക്ട്സ് ഇതുപോലൊക്കെ തന്നെ വാങ്ങിക്കുന്ന തരത്തിലൊരു എഗ്രിമെൻ്റ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നത് ഇതുപോലൊരു ഡീല് ഇന്ത്യയുമായിട്ടും അദ്ദേഹം അല്ലെങ്കിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പറയുന്നത് ഇതിനേക്കാളിലും കുറഞ്ഞ ഒരു ടാരിഫ് റേറ്റ് അമേരിക്കയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇന്ത്യ പറയുന്നത്. കാരണം ഇന്ത്യ ഇതുപോലുള്ള നെഗോസിയേഷനിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ്. പല കാലഘട്ടങ്ങളിലായിട്ട് പല മേഖലകളും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ. അപ്പോൾ ഈ സമ്മർദ്ദതന്ത്രം ട്രംപ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുവാൻ, ഇന്ത്യയുടെ വിപണി കീഴടക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ വിപണിയിൽ കൂടുതൽ ആക്സസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമാണ്. അപ്പോൾ ഇന്തോനേഷ്യയുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻ്റ് അനുസരിച്ച് അതേ വഴിയിൽ തന്നെ ഇന്ത്യയുമായിട്ടും ഒരു US ഇന്ത്യ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിൻ്റെ
വാചോടാപം അല്ലെങ്കിൽ ആ ഒരു പിന്നെ വാക്കുകൊണ്ട് പുള്ളി പറയുന്നത് എത്രത്തോളം ഫലവത്താകും നമുക്കറിയത്തില്ല. എന്നിരുന്നാൽ തന്നെയും ഓരോ രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അമേരിക്കയുമായിട്ട് സംഭാഷണത്തിലും ചർച്ചകളിലും ഏർപ്പെട്ട് ട്രേഡ് അഗ്രിമെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ആയിരിക്കും ഒരുപക്ഷെ അടുത്തൊരു രാജ്യം, നമുക്ക് പറയാൻ സാധിക്കത്തില്ല. മറ്റു രാജ്യങ്ങളുടെ ഒന്നും കാര്യങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകളുടെ ചർച്ചകൾ പുരോഗമിക്കുന്നതായിട്ടോ നമുക്കിപ്പോൾ അറിവില്ല. അപ്പോൾ ഇന്ത്യയും യു എസും തമ്മിലെ വ്യാപാര കരാർ ചർച്ച നടക്കുന്നതിനിടയിൽ ഈ പറഞ്ഞ ഒരു സമ്മർദ്ദതന്ത്രം ട്രംപ് പ്രയോഗിക്കുന്നുണ്ട്. ട്രംപ് എപ്പോഴും അങ്ങനെ തന്നെയാണ്, എതിരാളികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ആ സമ്മർദ്ദത്തിലാക്കുന്നതിൽ കൂടെ കൂടുതൽ നേട്ടങ്ങൾ അദ്ദേഹം പേഴ്സണലായിട്ടും അതുപോലെ തന്നെ അമേരിക്കയ്ക്കൊക്കെ നേടിക്കൊടുക്കുന്ന അല്ല നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്തോനേഷ്യയായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻ്റ് അവരിപ്പോൾ പിന്നെ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ മോഡലിൽ ഇന്ത്യയുമായിട്ട് ഏകദേശം ഇന്തോനേഷ്യയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയിരുന്ന തത്വ ടാരിഫ് 32% 19% കുറയ്ക്കുകയും അപ്പോൾ അതിന് മോറോലെസ് ഈക്വലായിട്ട് ഇന്ത്യയുമായിട്ടും ഏകദേശം അങ്ങനെ തന്നെ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലാണ് ഏർപ്പെടാൻ അമേരിക്കയ്ക്ക് ട്രംപിന് താല്പര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇന്ത്യ പറയുന്നത് 19% കുറഞ്ഞ ടാരിഫ് റേറ്റാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എത്രത്തോളം അത് ഇഫക്റ്റീവ് ആകുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ യു എസിലെ കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഇനി ഇന്തോനേഷ്യയിൽ ചുങ്കമില്ലാതെ ഉൽപ്പന്നങ്ങൾ വിൽക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ വിജയമാണ് അല്ലേ? അത്രയ്ക്ക് ഹാർഡായിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടും നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനൊരു. അപ്പോൾ ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയിലുള്ള ട്രേഡ് സർപ്ലസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നിട്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്നൊക്കെ പറഞ്ഞുള്ള നറേറ്റീവും അല്ലെങ്കിൽ സ്ലോഗനും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു മാതൃകയിൽ ഇന്ത്യയുമായിട്ടും ഉള്ള കരാറിന് ശ്രമിക്കുകയാണെന്നാണ് ട്രംപിൻ്റെ അവകാശവാദവും ട്രംപിൻ്റെ പ്രസ്താവനയൊക്കെ നടന്നത്. അപ്പോൾ കരാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള ടാരിഫ് 20% താഴെയാക്കാമെന്നുമാണ് യു എസ് പ്രസിഡന്റ് വാഗ്ദാനം. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. അതിൻ്റെ ഫൈനൽ എഗ്രിമെൻറ്റിൽ എത്രത്തോളം ടാരിഫ് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമത്തപ്പെടും അല്ലെങ്കിൽ ചുമത്തപ്പെടുവാൻ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അത് എഗ്രി ചെയ്യുകയൊക്കെ ചെയ്യുന്നതല്ല, നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇതിലൊന്നും ഫൈനലൈസ് ആയിട്ടില്ല. അപ്പോൾ ട്രംപിൻ്റെ അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയുടെ മാർക്കറ്റ് ആക്സസ് ആണ്. കാരണം വളരെ വലിയ മാർക്കറ്റാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. തീർച്ചയായിട്ടും ഏതൊരു ഗ്ലോബൽ കോർപ്പറേഷനും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിനും വളരെ എന്താണ് പറയുന്നത്, താല്പര്യപൂർവം അവർക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ചൈനയുടെയൊക്കെ വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചാണ് ചൈനയുടെ വലിയ വിജയം എന്ന് പറയുന്നത്. ഇപ്പോഴും ചൈനയുടെ പ്രോഡക്ട്സിൻ്റെ ഒരു കോളനി തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെൻറ്റുകൾക്കൊന്നും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും ഓരോ മാസം കഴിയുമ്പോഴും ചൈനയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതികൾ കൂടുതൽ ആകുന്നതല്ലാതെ മറ്റൊരു റിവേഴ്സ് നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതിലും കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഇല്ല. അതുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് നമുക്ക് കണക്കിലെടുക്കുമ്പോൾ വലിയ അന്തരമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 80-90 ബില്യൺ ഡോളറിൻ്റെ സർപ്ലസ് തന്നെയാണ് ചൈനയ്ക്കുള്ളത്. അപ്പം ഈ ട്രംപിൻ്റെ സമ്മർദ്ദതന്ത്രം ശക്തമാകുന്നത് ഇന്തോനേഷ്യ ഒപ്പിട്ടതുപോലെ ഇന്ത്യയും അതുപോലെ ഒരു കരാറിൽ ഒപ്പിടണം. അപ്പോൾ അങ്ങനെ ഇന്ത്യ അങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല കമ്പനികൾക്കും അതൊരു തിരിച്ചടിയാകും, സെറ്റ് ബാക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യം. കാരണം നമ്മൾ ചൈനയിൽ നിന്ന് എന്താണോ ഫേസ് ചെയ്തത്, അഭിമുഖീകരിച്ച് അതുപോലെ തന്നെ വിഷയങ്ങൾ തന്നെ ആയിരിക്കും. കാരണം അമേരിക്കൻ പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള വിപണിയിലെ ഉൽപ്പാദകർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കും. മിൽക്ക് പ്രോഡക്ട്സ്, ഡയറി പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഈ ഒരു മേഖലയൊക്കെ തന്നെയാണ് അവരുടെ കാലാകാലങ്ങളായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ തദ്ദേശീയമായിട്ടുള്ള ഈ വ്യവസായത്തെയൊക്കെ തന്നെ, ക്ഷീര വ്യവസായത്തെ, ഡയറി ഇൻഡസ്ട്രിയെ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൊക്കെ തന്നെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിനെയൊക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ കാറുകൾ, സോയാബീൻ, ഡിജിറ്റൽ വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ മാർക്കറ്റ് പിടിക്കാനാണ് ട്രംപിൻ്റെ ശ്രമം. അപ്പോൾ ഈ മേഖലയുമായിട്ട്
ബന്ധപ്പെട്ട് ഉള്ള കമ്പനികൾക്കും കോർപ്പറേഷൻസും ചെറുതും വലുതായിട്ടുള്ള കമ്പനികൾക്കും ബിസിനസ്സുകാർക്കും അല്ലെ കച്ചവട വ്യാപാരികൾക്കും ഒക്കെ തന്നെ, അതുപോലെ തന്നെ തൊഴിൽ മേഖലയ്ക്കും ഒക്കെ തന്നെ. കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ കൂടുതൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തദ്ദേശീയമായിട്ടുള്ള ഈ സമാന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തദ്ദേശീയമായിട്ടുള്ള അല്ലെ നമ്മുടെ സെൽഫായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദകർക്ക് കടയടച്ച് പൂട്ടേണ്ടി വരികയും തൊഴിൽ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും തൊഴിലാളികൾക്ക്. അപ്പോൾ അത് വലിയൊരു വിഷയം. ഓൾറെഡി നമ്മൾ ചൈനയിൽ നിന്ന് അങ്ങനെയുള്ള വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്റ്റീല്, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ സ്റ്റീല്, ചൈനയിൽ നിന്ന് വൻതോതിൽ സ്റ്റീൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു, മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോയ്ക്കകത്ത് റിപ്പോർട്ട് ചെയ്യണം, ഇന്ത്യയുടെ ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങളെല്ലാം തന്നെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാറുകൾ എന്ന പേരിൽ നമ്മൾ നടത്തുന്ന ഈ പറഞ്ഞ സാമ്പത്തിക ക്രയവിക്രയം നമ്മുടെ ആഭ്യന്തര വിപണിയെ അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദന മേഖലകളെ തകർക്കുവാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും നമുക്ക് വലിയ നേട്ടം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം. ഇലക്ട്രോണിക്സ്, ഗാർമെൻറ്റ്സ്, ചിപ്പ്, കയർ, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള മേഖലകളിൽ കൂടുതൽ വിപണി സാധ്യത തുറന്നു നൽകണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. അങ്ങോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന മേഖലകളാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മേജർ എക്സ്പോർട്ട്സ് ഇലക്ട്രോണിക്സ്, ഗാർമെൻറ്റ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉള്ള മാർക്കറ്റിനേക്കാളും കൂടുതൽ മാർക്കറ്റ് ആക്സസ് വേണമെന്നുള്ളൊരു വാദം അല്ലെങ്കിൽ ആവശ്യം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ 10% ബേസിക് ടാരിഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പമുള്ള അധിക തിരിവ്, എക്സ്ട്രാ ആയിട്ടുള്ള റെസിപ്രോക്കൽ ടാരിഫ് പിൻവലിക്കുക. അതുപോലെ തന്നെ സ്റ്റീല്, അലൂമിനിയം, ഈ പറഞ്ഞ സെക്ടറിലൊക്കെ 50% ടാരിഫ് ട്രംപ് ഈ അടുത്ത സമയത്ത് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയുക എന്നൊക്കെയുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യങ്ങൾ എന്നാണ്. അതുപോലെ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് തൊഴിലിന് പോകുന്ന പൗരന്മാരുടെ തൊഴിൽ വിസ വെട്ടിക്കുറച്ച് നടപടി, അതൊക്കെ കുറച്ചായിരുന്നല്ലോ ട്രംപ് വന്നതിന് ശേഷം. അപ്പോൾ ഇതൊക്കെ പിൻവലിക്കുക എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ട്. അതൊക്കെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ്. കാരണം അമേരിക്കയുടെ ആവശ്യങ്ങൾ മാത്രം നമുക്ക്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ മാത്രം നമുക്ക് അനുസരിച്ച് ഈ കരാറിൽ ഏർപ്പെടാൻ സാധിക്കത്തില്ല. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള മേഖലകൾ കൂടെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണക്കിലെടുത്തുകൊണ്ട് മാത്രം നമ്മളുടെ ആവശ്യങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് വെച്ച് അമേരിക്കയുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആക്സസ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. അപ്പം അങ്ങനെ ഒരു അവകാശവാദം ആവശ്യം നമ്മുടെ ഭാഗത്തുനിന്ന് നെഗോസിയേഷനിൽ ഈ പറഞ്ഞ കരാർ ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകണം. അങ്ങനെ അമേരിക്ക അതിന് സമ്മതം മൂളിയാൽ മാത്രമേ, അല്ലെങ്കിൽ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ട്രംപിൻ്റെ അവകാശം ഇന്തോനേഷ്യയുമായിട്ട് നല്ലൊരു ട്രേഡ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ വ്യാപാര കരാർ ഉണ്ടാക്കി. അപ്പോൾ അവരുടെ വിപണിയിൽ ഞങ്ങൾക്കിനി പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ട് പ്രവേശിക്കാൻ ചുങ്കൊന്നും കൊടുക്കേണ്ടതില്ല. ഇതുവരെ ഇന്തോനേഷ്യ ഭയങ്കര വർദ്ധിച്ച തോതിലുള്ള ചുങ്കമാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ നടപ്പാക്കിയെന്ന് ഇപ്പോൾ അതെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് തരത്തിലുള്ള ടാരിഫും ഇന്തോനേഷ്യ ചുമത്തത്തില്ല. അതുകൊണ്ട് ഇന്ത്യയും അങ്ങനെ തന്നെ ആണെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഇനിയും ഈ പറഞ്ഞ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്വതന്ത്രമായിട്ടുള്ളൊരു പ്രവേശനം അമേരിക്കൻ കമ്പനികൾക്കും ഉൽപ്പന്നങ്ങൾക്കും ലഭിക്കും എന്നുള്ള അവകാശവാദം പ്രസിഡൻ്റായിട്ടുള്ള ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കുക. അവകാശങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ആവശ്യങ്ങളാണ് അവർ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശനം ലഭിക്കാൻ പോകുന്നു, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും കമ്പനികൾക്കും. അപ്പോൾ ഈ രാജ്യങ്ങളിലൊന്നും പ്രവേശനം ഇല്ലാതെന്നാണ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞത്. ട്രംപ് പ്രസിഡൻ്റായി വന്നതിന് ശേഷം ടാരിഫ് ഏർപ്പെടുത്തിയ സമയത്തും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ടേമിലൊക്കെ തന്നെ അദ്ദേഹം ഉയർത്തിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിൽ തീർച്ചയായിട്ടും അമേരിക്കൻ കമ്പനികൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു അവകാശവാദമായിരുന്നു ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ട്രംപ് ഈ ടാരിഫ് ഏർപ്പെടുത്തിയതും ഈ പറഞ്ഞ സമ്മർദ്ദതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് രാജ്യങ്ങളെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു രീതി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ട്.
അപ്പം ഞങ്ങളുടെ ആളുകൾക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ്സുകാർക്ക് അവിടെ പോയി ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിഭീകരമായിട്ടുള്ള ടാരിഫാണ് ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. ഇനി ഇതെല്ലാം മാറും. ഞാൻ വന്നതിന് ശേഷം അമേരിക്കൻ കമ്പനികൾക്കും അമേരിക്കൻ ബിസിനസ്സുകാർക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ ഇന്ത്യ പോലുള്ള, ഇന്തോനേഷ്യ, വിയറ്റ്നാം ഇതുപോലുള്ള മാർക്കറ്റിലൊക്കെ ഫ്രീ ആയിട്ടുള്ള ആക്സസ് കിട്ടും, കൂടുതൽ വർദ്ധിച്ച ആക്സസ് കിട്ടും എന്നൊക്കെയുള്ള അവകാശവാദമാണ് ട്രംപ് പറയുന്നത്. ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യ എപ്പോഴും അങ്ങനെയാണല്ലോ, വളരെ കോഷ്യസ് ആയിട്ട് നോക്കിയും കണ്ടൊക്കെ നിന്നിട്ടൊക്കെ ഇന്ത്യ ഏത് കാര്യത്തെക്കുറിച്ചും പ്രസ്താവനകൾ ഇറക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയത്തൊക്കെ ഉള്ളൂ. ട്രംപ് F-35 തരാമെന്ന് പറഞ്ഞു. ഇന്ത്യ ഒന്നും മിണ്ടിയിട്ടില്ല. ഒഫീഷ്യലായിട്ടൊന്നും ഇന്ത്യ ഒരിക്കലും അതിനെക്കുറിച്ചൊന്നും യാതൊരു രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയോ അഭിപ്രായങ്ങൾ പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിലും ട്രംപിൻ്റെ വാക്കുകളായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നും ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു, എന്താണ് പറയുന്നത്, അതിനെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ പ്രതികൂലിക്കുകയോ അല്ലെങ്കിൽ അതിനെ ശരിവെക്കുകയോ അല്ലെങ്കിൽ അതിനെ സമ്മതിക്കുകയോ ഒന്നും ചെയ്യുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇന്ത്യൻ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തുനിന്നോ മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാണെങ്കിൽ ഒന്നുകിൽ മോഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം, അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇങ്ങനെയുള്ള തലത്തു നിന്നൊന്നും ഇന്ത്യയുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ പ്രസ്താവനകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ട്രംപ് പറഞ്ഞത് ശരിയാണ്. ഇങ്ങനൊരു എഗ്രിമെൻ്റ് ഉണ്ടാകാൻ പോവുകയാണ് ഇന്തോനേഷ്യൻ മോഡലിൽ, അതായത് അമേരിക്ക ഇന്തോനേഷ്യൻ ട്രേഡ് കരാർ മോഡലിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു ട്രേഡ് കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ള അഭിപ്രായങ്ങളൊന്നും ഇന്ത്യ പങ്കുവച്ചിട്ടില്ല. ഇന്ത്യ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ വ്യാപാര കരാർ ടെമ്പററി ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇൻ്ററിം, ഇടക്കാലമായിട്ടുള്ള വ്യാപാര കരാർ ഏകദേശം പൂർത്തീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് താമസിയാതെ തന്നെ നിലവിൽ വരും. അതിനുശേഷം മാത്രമേ ഉള്ളൂ വളരെ വ്യാപകമായിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡീലിലേക്കുള്ള സംഭാഷണങ്ങളും കരാർ ചർച്ചകളിലേക്കൊക്കെ ഇരു രാജ്യങ്ങളും നീങ്ങത്തുള്ളൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫർദറായിട്ടുള്ള ഈ ഒരു മേഖലയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.